ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം എന്ന് എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവകൃപയാലും കരുണയാലും നമ്മളൊരു പുതിയ ചിന്തയിലേക്കും കൂടെ ദൈവരവസരം കൂടി തന്നതിനായി ദൈവത്തിന് സ്തുതി, ദൈവത്തിന് മഹത്വം. നമുക്ക് കഴിഞ്ഞ ഇതിൽ 84-ാമത്തെ സങ്കീർത്തനം ഒന്നാമത്തെ ഒരു പാർട്ടായിട്ട്, അതായത് നമ്മൾ 4 വാക്യങ്ങളാണ് വായിച്ചത്. വളരെ അർത്ഥവത്തായുള്ള ഹൃദ്യമായൊരു സങ്കീർത്തനമാണിതെന്ന് പറയുന്നത്. വളരെ മനോഹരവും വളരെ ആത്മീയ സത്യങ്ങളും എല്ലാം അടങ്ങിയൊരു സങ്കീർത്തനം, വളരെ മനോഹരമായിരിക്കുന്നത്. നമ്മൾ ധ്യാനിക്കുന്നതും ചിന്തിക്കുന്നതും എല്ലാം പലപ്പോഴും അത് ആശ്വാസമായിട്ട് മാറുക. ഓരോ വിഷമങ്ങളിൽ, പ്രതിസന്ധികളിലൊക്കെ ഈ സങ്കീർത്തനം എത്രയോ പേർക്ക് ആശ്വാസമായിട്ട് മാറുന്നുണ്ട്. അവിടെ ബലം പ്രാപിക്കുക. വചനത്തിന് ഒരു പവറുണ്ട്. വചനം ശക്തിയാണ്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായ്ത്തലുകൾ ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ച് ചെല്ലുന്നതുമാകുന്നു നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. വചനം അത് പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയാണ്, കൂടം പോലെ. പിന്നെ അത് ഭക്ഷണമായിട്ട്, തേനായിട്ട്, പൊന്നായിട്ട്, തങ്കമായിട്ട് അതിനെ സദൃശവൽക്കരിക്കുന്ന ഒത്തിരി ഇതുണ്ട്. ഈ വചനം മധുരമാണ്, അത് ബലമാണ്. അത് നമ്മളിനി 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുകയാണ്. 4-ാമത്തെ വാക്യത്തിൽ നിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയുന്നു. ഒരു മ്യൂസിക് നോട്ട് അവിടെ തീരുകയാണ്. നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള വാഞ്ചയും ആഗ്രഹവും ആ ഭക്തൻ നമ്മളവിടെ കാണുകയാണ്. ഇനി പറയുകയാണ് 5-ാമത്തെ വാക്യത്തിൽ, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഒന്ന്, നിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞു. 2-ാമത്തെ ഇവിടെ ഭാഗ്യമായിട്ട് പറയുന്നത് ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മുടെ ബലം ദൈവമാണ്. ദൈവം ബലമായിട്ട് അതിനെ അതിലംഘിക്കുവാൻ ഏത് ബലത്തിന് പറ്റും, അല്ലേ? നമ്മുടെ സ്ട്രെങ്ത്, നമ്മുടെ ആശ്രയം, നമ്മുടെ ബലം എന്തിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ സ്കൂളുകളൊക്കെ അവിടെ വയ്ക്കുമ്പോൾ ചില കുട്ടികൾക്ക് അവരൊരു എല്ലാത്തിൻ്റെ ആരംഭ സ്കൂളുകളൊക്കെ ആണല്ലോ. അപ്പോൾ അവർ കൂട്ടമായിട്ട്, ചിലർ കൂട്ടുകാർ, ചിലർ ഒരു ഗ്യാങ്. അപ്പോൾ ചിലരുടെ ലീഡേഴ്സ് അവൻ ശക്തനാണ്, പക്ഷേ മറ്റേ ഗ്യാങ്ങിൻ്റെ ലീഡർ ഇവനേക്കാൾ ശക്തനാണ്. അവൻ്റെ മുമ്പിൽ ഇവനൊന്നുമല്ല. ഒരു ഗ്യാങ്ങിൻ്റെ ലീഡർ അവൻ മറ്റേ ലീഡറിന് മുമ്പ് ഒരു ശക്തനല്ല അവൻ, കാരണം അവൻ ഇവനേക്കാൾ ശക്തനാണ്. അങ്ങനെ വെച്ച് നോക്കും, നമ്മൾ എന്തെല്ലാം നമുക്ക് ഈ ലോകത്തിൽ ആശ്രയിക്കാനൊന്നുമില്ല. ശക്തനായവൻ ദൈവം, അതിനെ കവിഞ്ഞ് വേറെ ഒരു ശക്തിയില്ല. അപ്പോൾ എന്നെ പിടിക്കുന്നെങ്കിൽ പുളിയും കൊമ്പ് പിടിക്കണോ, ഒരു പഴഞ്ചൊല്ലാണത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ ദൈവത്തെ തന്നെ ആശ്രയിക്കുക നല്ലത്. അതാണ് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, മനുഷ്യപുത്രന്മാരിൽ ആശ്രയിക്കുന്നതിനൊക്കെ 110 സങ്കീർത്തനം നമ്മളത് വരുന്നുണ്ട്. അതിലേക്ക് വരുവിടെ മറ്റൊന്നിലും ആശ്രയിക്കരുതെന്ന് പറയുന്നതാണ്. ബലത്തിലോ സമ്പത്തിലോ നമ്മുടെ ബുദ്ധിയിലോ കഴിവിലോ ജ്ഞാനത്തിലോ ഒന്നിലും നമ്മൾ ആശ്രയിക്കരുത്, ദൈവത്തെ തന്നെ ആശ്രയിക്കണം. ഇപ്പോൾ ഇവിടെ പറയാം, ബലം നിന്നിലുള്ള മനുഷ്യൻ. എൻ്റെ ബലം ദൈവമാണ്. പൗലോസിൻ്റെ വാക്ക് നമ്മൾ ഓർക്കാതെ, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. ഐ ആം ഏബിൾ. ഞാൻ ഈ ശക്തനാണ്. എങ്ങനെ? എന്നെ ശക്തനാക്കുന്ന ഒരു മുഖാന്തരമുണ്ട്. എൻ്റെ ശക്തി എന്ന് പറയുന്നത് എൻ്റെ ദൈവമാണ്, എൻ്റെ ബലം. ഇങ്ങനെയുള്ള മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണ്ണമായി തീരുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിൻ്റെ ദൈവമേ, ചെവിക്കൊള്ളണമേ. ഒരു മ്യൂസിക് നോട്ട് തീരുക. അപ്പോൾ ഇവിടെ നമ്മൾ കാണുകയാണ്, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യം. ഇങ്ങനെയുള്ള മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ടെന്ന് പറയുന്നതാണ്. ഒരു ഹൃദയത്തെയാണ് ഇതിനെ സദൃശവൽക്കരിക്കുന്നത്. ഒരു പ്രാകൃത ഹൃദയം കൊടുമുടിയിലും താഴ്വരയിലും ഒക്കെ നിറഞ്ഞ വഴിയില്ലാത്തൊരു മരുഭൂമിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാലൊരു ഹൃദയം പുതുക്കപ്പെടുമ്പോൾ, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കുമെന്ന് പറയുമ്പോൾ, പുതിയ ഹൃദയത്തെക്കുറിച്ച് സിയോനിലേക്കുള്ള പെരുവഴിയാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുന്ന, അവിടെ ചിന്തയിൽ ഒന്നിച്ച് കൊണ്ടുവരിക. കുറേ ഊടുവഴികൾ കൂടെ ഇങ്ങനെ പോക്കറ്റ് റോഡുകൾ പോകുമ്പോൾ വഴിതെറ്റാൻ ഏറെ സാധ്യതയാണ്, അല്ല? അങ്ങനെ വഴിതെറ്റാറുണ്ട് ഒത്തിരി. എന്നാലൊരു നാഷണൽ ഹൈവേയിൽ കൂടെ പോയാൽ വഴിതെറ്റത്തില്ല. അത് എപ്പോഴും തിരിച്ചറിയാം, നമുക്കത് അറിയാൻ പറ്റും. അത് എന്നാൽ പോക്കറ്റ് റോഡ്സിലും ഇങ്ങനെ ഊടുവഴിയിൽ കൂടെ പോകുന്ന നമുക്ക് അറിയത്തില്ല. വഴി ചോദിച്ച് അങ്ങോട്ട് പോയി ഇങ്ങോട്ടും അറിയില്ലേ, വഴിതെറ്റി പോകാനേകരെ. പക്ഷെ അതാണ് പറയുന്നത്, നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് കൊടുത്ത്, നമ്മുടെ ഹൃദയം പുതുക്കപ്പെട്ട ഹൃദയമാണെങ്കിൽ അത് സിയോനിലേക്കുള്ള പെരുവഴിയായിട്ടാണ് അവിടെ ചിത്രീകരിക്കുന്നത്. ഇതിന് നമുക്ക് തിരുവെഴുത്തിലേക്ക് നമ്മൾ ചെന്നാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ സ്നാപകൻ്റെ ഇതായിട്ട് പഴയ നിയമത്തിൽ പറയുന്നതാണ്. 40-ാമത്തെ അധ്യായം യെശയ്യാവ് 40 കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ,
നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പെരുവഴി നിഴപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം. വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും വരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ തന്നെ കാണും. ഇത് യോഹന്നാൻ സ്നാപകൻ പറയുന്ന വാക്കുകളാണ്. ഇത് നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പെരുവഴി നിരപ്പാക്കും. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം. നമ്മൾ ഹൈവേ ഒക്കെ നിർമ്മിക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നത് എപ്പോഴും. അത് വളവുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് കൂടുതൽ ഇത് പണിയാനായിട്ട് ശ്രമിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പെരുവഴിയെക്കുറിച്ച് പറയുകയാണ്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ശരിക്ക് യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ 35 പറയുന്നുണ്ട്. അതെന്താണ്? മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. അത് മനോഹരമായി പുത്തുല്ലാസത്തോടും ഘോഷത്തോടും കൂടി ഉല്ലസിക്കും. ലെബാനോന്റെ മഹത്വവും കർമ്മേലിൻ്റെ ശാരോന്റെയും ശോഭയും അതിന് കൊടുക്കപ്പെടും. അവർ യഹോവയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിൻ്റെ ദേശം കാണും. ഇവിടെ മരുഭൂമി മരണ നിലവ് ആനന്ദിക്കുക, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കുക, മാറുക, മരുഭൂമി മാറുക, അത് മലർവാടിയായിട്ട് മാറുക. അതിൻ്റെ അനുഭവം തുറന്ന് പറയും. 8ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണും, അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും, അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും. അവിടെ ഹൈവേ ആണ് കേട്ടോ. പെരുവഴിയും പാതയും ഉണ്ടാകും. അത് ഹോളി വേ ആണ്. അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും. ഒരു അശുദ്ധനും അതിൽ കൂടി കടന്നു പോവുകയില്ല. അവൻ അവരോടുകൂടെ ഇരിക്കും. ആര്? ദൈവം. വഴിപോക്കർ ഭോഷന്മാർ പോലും വഴിതെറ്റി പോവുകയില്ല. ഒരു ഹൈവേ നേരെ പോവുകയാണ്. ഒരു സിംഹവും അവിടെ ഉണ്ടാകുകയില്ല, ഒരു ദുഷ്ടമൃഗവും അവിടെ കയറി വരികയില്ല, ആ വകയെ അവിടെ കാണുകയില്ല. വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ നടക്കും. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും, ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. അവിടെ ആനന്ദ തന്തുല്യമായൊരു ജീവിതത്തെ അവിടെ കാണുന്നത്. സിയോനിലേക്കുള്ള ഇങ്ങനെയുള്ള സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. അത് ഇസ്രായേലിൽ എന്നിട്ട് അവിടെ പറയുന്ന അടുത്ത് പറയും, കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കും. അപ്പോൾ ഈ കണ്ണുനീർ താഴ്വര കടന്നാണ് സിയോനിലേക്കുള്ള പെരുവഴികളിലേക്ക് വരുന്നത്. ഇതൊരു സദൃശ്യമാണ്. കാരണം ഇസ്രായേലിൽ ഈ ചെങ്കടൽ, അതായത് ഈ മഴ തുടങ്ങുന്നതിന് മുമ്പ് അത്യുഷ്ണമായ സമയത്ത് കണ്ണുനീര് പോലെ ഒരു ദ്രാവകം പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വൃക്ഷമുണ്ട്, ബാഹവൃക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ണുനീര്, അത് ഒരു ദ്രാവകം ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരിക്കും, കണ്ണുനീര് പോലെ. മഴയൊന്നും ഇല്ലാത്തപ്പോഴാണ് അതിനെ കണ്ണുനീർ ചെടി എന്ന് പറയുന്നത്. അതിനെ ഉദ്ദേശിച്ചാണ് ബാഹായുടെ താഴ്വര എന്ന് പറയുന്നത്, കണ്ണുനീരിൻ്റെ താഴ്വര. കണ്ണുനീർ താഴ്വരയെ അവർ ജലത്തിൻ്റെ ആഴിയായിട്ട് മാറ്റുക, കണ്ണുനീർ താഴ്വരയെ സന്തോഷത്തിൻ്റെ ഇതായിട്ട് മാറ്റുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. അപ്പോൾ സിയോനിലേക്ക് പോകുന്ന ഈ യാത്രക്ക് ഈ വഴി കടന്നു പോകണം, ഈ താഴ്വര കടന്നു പോകണം. അപ്പോൾ അതാണ് പ്രതീകാത്മകമായിട്ട് അവർ പറയുന്നത്. അപ്പോൾ ഈ ചെങ്കടലിലേക്ക് തെക്ക് നിന്ന് കടക്കാനുള്ള ആവൽക്കരമായ ഒരു കടലിടുക്കിന് വിലാപത്തിൻ്റെ വാതിൽ എന്നാണ് അർത്ഥം വരുന്ന ബാബ് എൽമാൻ ഡബ് എന്ന പേര് കിട്ടിയത്. ചെങ്കടലിൽ അവിടെ ഒരു കടലിടുക്കിന് പേരാണ് ബാബ് എൽമാൻ ഡബ് എന്ന് പറഞ്ഞ് വിലാപത്തിൻ്റെ വാതിൽ എന്നർത്ഥം. അപ്പോൾ ചെങ്കടലിൽ എത്തുന്നതിന് വിലാപവാതിൽ കടക്കാതെ മറ്റു പോകാൻ വഴിയില്ല. അതുപോലെ തന്നെയാണ് സിയോനിൽ എത്തേണ്ടവർക്ക് കരച്ചിലിൻ്റെയും കണ്ണുനീരിൻ്റെയും താഴ്വര കടക്കാതെ നിവൃത്തിയില്ല എന്ന് പറച്ചിലുണ്ടായത്. അപ്പോൾ എന്തായിരിക്കും ശരിക്കും കണ്ണുനീരിൻ്റെ? പാവത്തെക്കുറിച്ചുള്ള അനുതാപത്തിൻ്റെ കണ്ണീരാണ്. നമ്മൾ ദൈവസന്നിധിയിലേക്ക് അടുക്കും തോറും നമ്മുടെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളൊരു അനുദപിക്കുകയാണ് അനുതാപത്തോടെ. അപ്പോൾ അവനിയാ സ്ത്രീ കണ്ണുനീര് കൊണ്ട് യേശുവിൻ്റെ കാൽപാദം കഴുകി, എന്നിട്ട് അവസാനം പറയുന്നത്, മകളെ സമാധാനത്തോടെ പോകാമെന്ന് പറയാം, സമാധാനത്തോടെ പോകുകയെന്ന് പറയാം. അത് ആശ്വാസത്തിൻ്റേത്. അപ്പം ഇവിടെ നമ്മൾ അങ്ങനെ കണ്ണുനീര് കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളും മനസ്സും എല്ലാം കഴുകപ്പെടുക. യേശുവിൻ്റെ തിരക്തത്താലും നാമത്താലും എല്ലാമാണ്. അതിന് അനുതാപത്തിൻ്റെ കണ്ണുനീരാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറയുന്നത്. അങ്ങനെ അനുദപിക്കുന്നവരുടെ മേൽ തൻ്റെ അനുഗ്രഹ വർഷം ചൊരിയുന്ന ഒരു ദൈവം. അപ്പോൾ ഇവിടെ പറയാം, കണ്ണുനീർ താഴ്വക്കൂട് കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണ്ണമായി തീരുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. ഇവിടെ മുൻമഴ അത് വരുമ്പോൾ അത് അനുഗ്രഹത്തിന് വഴിയായിട്ടാണ് അവിടെ കാണുക. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. ബലത്തിനുമേൽ ബലം എന്ന് പറയും, മേൽക്കുമേൽ ബലം. എല്ലാവരും സിയോന് ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, യാക്കോബിൻ്റെ ദൈവമേ ചെവിക്കൊള്ളണമേ. അപ്പോൾ എല്ലാവരും സിയോനിൽ ചെന്നെത്തുക. അത് ഉറപ്പുള്ള ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. നിത്യത എന്ന് പറയും, ദൈവരാജ്യം എന്ന് പറയും, സ്വർഗം എന്നൊക്കെ പറയുന്നത് വെറും ഊഹങ്ങളല്ല, ഇമാജിനേഷൻ അല്ല, ഇറ്റ്സ് റിയൽ. അത് നമ്മുടെ അന്തരംഗത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും.
ഈ ദേശാടന പക്ഷികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തൊരു ദേശത്തേക്ക് അത് പോകുന്നത്. അത് അതിൻ്റെ ആയുസ് ഒരിക്കലൊക്കെ അങ്ങനെ പോകത്തുള്ളൂ എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം മാത്രം അന്യ ദേശങ്ങളിൽ കടലുകൾ താണ്ടിയാണ് അത് പോകുന്നത്. ഈ കടലിന് മൂടെ ഫ്രണ്ടായിട്ട് അതിങ്ങനെ അന്തരീക്ഷത്തിൽ മൈലുകളോളം ഇത് കിലോമീറ്ററുകളോളം സഞ്ചരിക്കുക നിർത്താതെ. അങ്ങനെയുള്ള പക്ഷികളുണ്ട്. പക്ഷികളുടെ എടുത്ത് നോക്കി കാണാനായിട്ട് സാധിക്കും. അപ്പം അതിന് ആ ഒരു വിഷൻ കിട്ടുക, അതിന് അപ്പുറത്ത് കരയുണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? തീരത്ത് നോക്കിയാൽ ഒന്നും കാണാൻ പറ്റത്തില്ല. പക്ഷേ ആ പക്ഷിയുടെ അതിൽ ദൈവം കൊടുത്തിരിക്കുക വിവേകം. അതിനറിയാം അക്കൊരു ദേശമുണ്ട്. ആ നീണ്ടു കിടക്കുന്ന കടലിൻ്റെ മുകളിൽ കൂടി അതിങ്ങനെ പോവുക, പറന്നു പോവുക, അതതിൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തുക. ദേശാടന പക്ഷികളെന്ന് പറയും. മൈഗ്രൻ്റ് ബേർഡ്സ് എന്നൊക്കെ അടിച്ചു നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. അതിങ്ങനെ പോവുക, ഒരു ദേശത്തേക്ക് മാറി ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ച് മാറി പോവുക. അതെന്ന് പറഞ്ഞ പോലെ നമ്മുടെ അന്തരംഗം നമുക്ക് അറിയാൻ പറ്റും. ഒരു ദൈവമുണ്ട്, ദൈവ സാന്നിധ്യമുണ്ട്, ദൈവത്തിൻ്റെ കൃപയുണ്ട്, ദൈവരാജ്യമുണ്ട്, സ്വർഗമുണ്ട്, വിശുദ്ധന്മാരുണ്ട്. എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ, രുചിക്കാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ നമുക്ക് അനുഭവിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഉപദേശിക്കും, നമ്മളെ വഴി നടത്തും, നമ്മളെ ഗൈഡ് ചെയ്യും, നമ്മളെ ആശ്വസിപ്പിക്കുകയും. ഒരു മനുഷ്യർക്കും ആശ്വസിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ ഒരു വാക്ക് മതി നമുക്ക് ആശ്വാസം, ഒരു വചനം മതി നമുക്ക് ആശ്വാസം, ബലം. അതെല്ലാം നമുക്ക് അനുഭവിക്കാനിടയായിട്ട് തീരട്ടെ. ക്രിസ്തീയ ജീവിതം ഒരിക്കലും അറിവല്ല, അറിവ് ചേർപ്പിക്കും. എന്നാൽ സ്നേഹമോ ആത്മീക വർധന വരുത്തും. സ്നേഹമാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. സ്നേഹത്തിൻ്റെ നിറമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ആത്മീക വർധന, സ്പിരിച്വൽ ഗ്രോത്ത് കിട്ടും. നമ്മൾ മേൽക്കുമേൽ ബലം പ്രാപിക്കും. ദൈവം നമ്മളെ ബലപ്പെടുത്തും, നമ്മൾ ശക്തരായി മാറും. ശാരീരികമായി ശക്തരായവർക്കൊരു സാധനങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. എന്ന് പറഞ്ഞ പോലെ ആത്മാവിൽ നമ്മൾ ശക്തരാകുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ സ്പിരിച്വലായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. മറ്റുള്ളവർക്ക്, ആശ്വാസത്തില്ലാത്തവർക്ക്, വേദനിച്ചിരിക്കുന്നവർക്ക്, അല്ലെ മനക്കരുത്തില്ലാത്തവരെ ബലപ്പെടുത്തുവാൻ എന്നൊക്കെ പറയുന്നത് അതിൽ ദൈവേഷ്ടം എന്ന് പറയുന്നത് ആ ഭാഗങ്ങളിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മളെ സഹായിക്കുന്നതാണ് ദൈവത്തിലുള്ള ആശ്രയം. ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മുടെ മനസ്സ് വിശാലമാകും. നമ്മുടെ ഹൃദയം എപ്പോഴും ബ്രോഡായിരിക്കും, ഇടുങ്ങിയതായിരിക്കത്തില്ല. എപ്പോഴും നമ്മൾ ആ ദൈവികമായ സാന്നിധ്യവും സമാധാനവും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഹൃദയം, ദൈവിക സന്തോഷം കൊണ്ട് നിറഞ്ഞിട്ടറിയും. നമ്മുടെ ആനന്ദമെല്ലാം ദൈവത്തിലായിരിക്കും. ആ മനോഹരമായത്, അതായത് ഈ കടലിൻ്റെ അടിയിൽ ചില സ്വന്തം ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശം ഇങ്ങനെ തെളിച്ചു കൊണ്ടുപോകുന്ന ചില മീനുണ്ടെന്ന് പറയുന്നത്. അത് പോകുമ്പോൾ ചുറ്റുപാടെല്ലാം പ്രകാശമാണ്. അതൊരു യഥാർത്ഥ ദൈവഭക്തൻ്റെ ചിത്രമാണ്. നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൂടെ ഈ സുഗന്ധം അറിഞ്ഞും അറിയാതെ ദൈവ സാന്നിധ്യം, ദൈവകൃപകളൊക്കെ, ദൈവസ്നേഹമൊക്കെ നമ്മൾ കൂടെ പകരപ്പെടാൻ നമ്മൾ വിട്ടുകൊടുക്കണം. അത്രമാത്രമേ നമ്മൾ ചെയ്യാനുള്ളൂ. പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെ വിട്ടുകൊടുക്കുക, സമ്പൂർണ്ണമായി സറണ്ടർ ചെയ്യുക. പരിശുദ്ധാത്മാവ് ദൈവമേ, എന്നെ നടത്തണമേ, എന്നെ നിറയ്ക്കണമേ. ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് നമ്മൾ പറയത്തില്ലേ, തന്നോട് യാചിക്കുന്നവർക്ക് അവൻ പരിശുദ്ധാത്മാവിനെ എത്രയധികമായി കൊടുക്കുമെന്നാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആത്മനിറവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും തമ്മിൽ സംസാരിച്ചും കീർത്തനം ചെയ്യുന്ന ഹൃദയത്തിൽ കർത്താവിന് പാടിയും അതൊക്കെ വരുമ്പോൾ ഇതെല്ലാം ആത്മീക അനുഭവങ്ങളൊക്കെ നമുക്ക് സിദ്ധിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവം നമ്മൾ വഴി നടത്തേണ്ടത്. സ്വന്തം ജ്ഞാനമല്ല, സ്വന്തം ബുദ്ധിയിലൊന്നുമല്ല, ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ കൃപ നമ്മൾ അർപ്പണം ചെയ്യുമ്പോൾ ഈ വിധമായ അനുഗ്രഹങ്ങളാലെല്ലാം ദൈവം നമ്മളെ നിറയ്ക്കും. തീർച്ചയായും ദൈവമഹത്വം കാണാൻ, ദൈവമഹത്വത്തിൻ്റെ സാക്ഷികളാകുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ എല്ലാറ്റിനും ദൈവം നമുക്ക് കൃപ തരും. അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുകയും ഈ സൗകര്യം ഏറ്റുകൊണ്ട് അവർ ദൈവത്തിലേക്ക് അടുത്തു വരാൻ ഇന്നല്ലെങ്കിൽ നാളെ അതിന് മുഖാന്തരമായി തീരുകയും ചെയ്യും. അതിനാണ് അത് വിവരങ്ങൾ സമർപ്പിക്കാം. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ അപ്പോൾ യാഗമായി തീർന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ. ഞങ്ങൾ ആ ക്രൂശിൻ്റെ ചൂട്ടിലേക്ക് അടുത്തു വരുമ്പോൾ നിന്റെ കൃപ ഞങ്ങളുടെ മേൽ വർഷിക്കണമേപ്പാ. തിരുരക്തത്താ ഞങ്ങളെ കഴിയെ ഞങ്ങളെ വിശുദ്ധീകരിച്ച് അവിടുത്തെ ആത്മാവിനാൽ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയായി ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. ഞങ്ങൾ നിൻ്റെ ജീവനുള്ള സാക്ഷികളായി, ബലം ദൈവത്തിലുള്ള ജനമായി, ശക്തരായവരായി, എന്നെ ശക്തനാക്കുന്ന മുഖാന്തര സകലത്തിൽ മതിയായവനാകുന്നു എന്നുള്ള ആ ധൈര്യത്തോട് ഉറപ്പോടെ ഞങ്ങൾക്ക് നിൻ്റെ സാക്ഷികളായി ജീവിപ്പാൻ കൃപ തരണമേ. ഞങ്ങളായിരിക്കുന്ന സ്ഥലത്തും ആക്കുന്ന സ്ഥലത്തും എല്ലാം ഞങ്ങൾക്ക് വിശ്വസ്തരായിരിക്കാൻ നിൻ്റെ സാക്ഷ്യത്വം, നിൻ്റെ സാന്നിധ്യത്തോടെ ജീവിപ്പാൻ അവിടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ നിൻ്റെ ആലയമായിരിക്കാൻ ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. അപ്പോൾ ആ നിങ്ങളിൽ വസിക്കുന്ന മനോഹരമായ അനുഭവം തുടർന്നും അനുഭവിക്കാനും ആസ്വദിപ്പാനും എല്ലാം ഞങ്ങൾക്ക് കൃപ തരണമേ. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ കർത്താവേ. മഹത്വം അവിടുന്ന് മാത്രം എടുക്കണമേ. ദൈവഹിതത്തിന് അസമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം മഹത്വപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ജീവിക്കാനായിട്ട് തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.